രാഷ്ട്രീയത്തിൽ എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. മാണി എന്ന അധികായന്റെ വിയോഗത്തിന് ശേഷം പാർട്ടിയിലുണ്ടായ പിളർപ്പും മുന്നണി മാറ്റവും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു. നിലവിലെ LDF മന്ത്രിസഭയിലെ നിർണായക ശക്തിയായി മാറിയ കേരള കോൺഗ്രസിനുള്ളിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെട്ടുവെന്ന വാർത്തകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ച് റോ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ സജീവമാകുന്നുവെന്ന പ്രചാരണം കുറച്ചു നാളുകളായി ശക്തമാണ്. മന്ത്രി എന്ന നിലയിൽ റോഷി അഗസ്റ്റിന് ലഭിക്കുന്ന സ്വീകാര്യതയും പാർട്ടി അണികൾക്കിടയിലുള്ള സ്വാധീനവുമാണ് ഇത്തരമൊരു സംശയത്തിന് വഴിയൊരുക്കിയത്. എന്നാൽ ഈ വാർത്തകളെ തികഞ്ഞ പുച്ഛത്തോടെയാണ് മന്ത്രി തള്ളിക്കളയുന്നത്. തന്റെ ജീവിതകാലത്ത് ഒരിക്കലും പാർട്ടിക്കുള്ളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ താൻ മുതിരില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. KM മാണിയുടെ വിശ്വസ്തനായിരുന്ന താൻ പാർട്ടിയുടെ ഐക്യത്തിനാണ് ശ്രമിക്കുന്നത്. ഞാനൊരു അടിയുറച്ച കേരള കോൺഗ്രസുകാരനാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോർ അവസാനിപ്പിക്കാനുള്ള ശക്തമായ സന്ദേശമാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശക്തിപ്പെടുത്താനാണ് താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വൈകാരികമായ ഒരു രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി നേരിട്ട പരാജയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമായിരുന്നു. അടുത്ത തവണ പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കണമെന്ന റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും എന്നാൽ സാധാരണക്കാരായ അണികളുടെ വികാരമാണ് താൻ പ്രകടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ എന്നാൽ KM മാണിയാണ്. ആ മണ്ഡലത്തെ അനാഥമാക്കാൻ ഒരു കേരള കോൺഗ്രസുകാരനും കഴിയില്ല. ജോസ് കെ മാണി കേരളത്തിൽ എവിടെ മത്സരിച്ചാലും ജയിക്കുമെങ്കിലും പാലായിലെ മടങ്ങിവരവ് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണെന്ന് റോഷി കരുതുന്നുണ്ട്. റോഷിയുടെ ഈ വാശിയെ ജോസ് കെ മാണി ചോരത്തിളപ്പെന്ന് വിശേഷിപ്പിച്ചത് തങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധത്തിന്റെ അടയാളമായാണ് റോഷി കാണുന്നത്. ഇതിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഇല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. UDF-ലേക്ക് മടങ്ങുന്നുവെന്ന വാർത്തകൾ ഇടയ്ക്കിടെ വരാറുമുണ്ട്. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് റോഷി അഗസ്റ്റിൻ സ്വീകരിച്ചിട്ടുള്ളത്. LDF-ൽ പാർട്ടി സുരക്ഷിതമാണെന്നും മുന്നണി മാറ്റത്തെക്കുറിച്ച് യാതൊരുവിധ ആലോചന പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റോഷിയുടെ ഈ കടുംപിടുത്തമാണ് മുന്നണി മാറ്റത്തിന് തടസ്സമെന്ന പ്രചാരണത്തെയും അദ്ദേഹം തള്ളി. CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന റോഷി അഗസ്റ്റിന്റെ നിലപാട് ഇടതു മുന്നണിയിൽ കേരളത്തിന് വലിയ സ്വീകാര്യത നൽകുന്നുമുണ്ട്. എന്നാൽ ഇത് പാർട്ടിക്കുള്ളിലെ മറ്റൊരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റോഷിയുടെ പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന സന്ദേശം കൈമാറിയതായി പറയപ്പെടുന്നുമുണ്ട്. പാർട്ടിക്കുള്ളിലെ പിളർപ്പ് UDF രാഷ്ട്രീയ ആയുധമാക്കുമെന്നും CPM ഭയപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുന്നണിയിലെ ഐക്യം നിലനിർത്തുക എന്നത് റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. സ്ഥാനാർത്ഥി ചർച്ചകളിൽ നിഷ ജോസ് കെ മാണിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് സ്വാഭാവികമാണെന്ന് റോഷി പറഞ്ഞു. നിഷ ഒരു മികച്ച പൊതുപ്രവർത്തകയാണ്. മാണി കുടുംബത്തെ താൻ എപ്പോഴും ബഹുമാനിക്കുന്നുവെന്നും അവരുടെ പ്രവേശനത്തെ താൻ ചോദ്യം ചെയ്യുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ കുടുംബത്തിനുള്ള സ്ഥാനം അദ്ദേഹം അംഗീകരിക്കുന്നുവെന്നും പറയുന്നു. ഇത് ജോസ് കെ മാണിയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാൻ അദ്ദേഹം സ്വീകരിച്ച തന്ത്രപരമായ നിലപാടായി കാണാം. കേരള കോൺഗ്രസ് എന്ന പാർട്ടി അതിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. മന്ത്രി എന്ന നിലയിൽ റോഷി അഗസ്റ്റിന്റെ വളർച്ച പാർട്ടിക്കുള്ളിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് പിളർപ്പിലേക്ക് നയിക്കാതിരിക്കാൻ അദ്ദേഹം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഗ്രൂപ്പിസം ഇല്ലെന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടിയിലെ സ്വാധീനം ഉറപ്പിക്കാനുള്ള നിശബ്ദമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. LDF മുന്നണിയിൽ അടിയുറച്ചു നിൽക്കാൻ തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനാണ് റോഷി ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലെ ഈ ആഭ്യന്തര ചലനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കും.